ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ ശ്രുതി അന്ന് രാത്രി വരില്ല എന്ന് ശ്രുതിയെ വിളിച്ച് പറയുകയും ചന്ദ്ര പറയുന്നത് പ്രകാരമാണ് ശ്രുതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്തായാലും സച്ചിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം വരികയാണ്. എന്തായാലും സച്ചി കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് അവൻ്റെ അരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം, എന്തായാലും ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോട് അത്ര സ്നേഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി ശ്രുതിയോട് പറയാണ്. നീ എന്നെ എപ്പോഴും ദ്രോഹിക്കുകയല്ലേ, നീ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാജഡിക്കും എല്ലാത്തിനും കാരണം നീ തന്നെയാണ്, പക്ഷേ എനിക്കതൊന്നും മനസ്സിൽ വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആത്മാർത്ഥമായി തന്നെ നമ്മുടെ സച്ചി അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, നീ വലിയ വർത്താനൊന്നും പറയണ്ട, നീ ഇതൊക്കെ കൊണ്ടുവന്ന് എന്നെ മയക്കാനും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീയും നിൻ്റെ ഭാര്യയും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറ്റിദ്ധാരണ രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിനക്കിവിടെ ഭക്ഷണം കൊണ്ട് തന്ന എന്നെ വേണം തല്ലാനായിട്ട്, നീ അവിടെ പട്ടിണി കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ രേവതിയാണെങ്കിലും ശ്രുതി ഭക്ഷണം കഴിക്കാത്ത റൂമിലിരിക്കുകയാണ്. അവിടെ റൂമിലോട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. അങ്ങനെ അവൾ കഴിക്കണ സമയത്തും അവളും ഇതുപോലെ നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുകയാണ്. നീ നിന്റെ ഭർത്താവൊക്കെ കൂടിയല്ലേ ഇങ്ങനെയൊക്കെ ആക്കിയത്, നിങ്ങൾക്കൊക്കെ എന്താ ഒരുപാട് സന്തോഷമായില്ലേ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ പറയണ കേൾക്കുമ്പോൾ രേവതിക്കും ദേഷ്യം വരുന്നുണ്ട്. നീ ഭക്ഷണം കഴിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും കൊണ്ടുപോരുകയാണ്. എന്നിട്ട് അവളോട് ദേഷ്യപ്പെട്ട് പോരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മയെയും ആങ്ങളേനെയൊക്കെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയുടെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചന്ദ്ര ശ്രുതിയോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ശരത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഈ ശ്രുതി എന്ന് പറയുന്നവൾ ആളിത്തിരി പെശകാണ്, അവൾ പോകാത്ത ഇടങ്ങളില്ല, കാരണം അവൾ ഈ പറയുന്ന ആൻ്റണിയുടെ കയ്യിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് 1-2 തവണ വന്നിട്ട് പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം അത് എന്ന് പറയുമ്പോൾ രേവതി ഞെട്ടിപ്പോവുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, അവൾക്ക് എന്തിനാ പലിശ പൈസ? അവൾക്ക് മലേഷ്യയിലില്ലേ അവളുടെ അച്ഛൻ, അവൾക്ക് അത്രയധികം പൈസ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ആൻ്റണിയുടെ അരിയിലേക്ക് വരുന്നത് എന്ന് ചോദിക്കണം. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിന്നെ അവിടെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവൾ വരുന്നത് കണ്ടപ്പോൾ 2 പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ ആൻ്റണിക്ക് അറിയോ നമ്മുടെ കുടുംബത്തിലെ അവളാണ് ശ്രുതി എന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആൻ്റണിക്ക് അറിയാം എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞിട്ട് അങ്ങനെ രേവതി ആ ഒരു കാര്യം വീട്ടിലെത്തിയിട്ട് സച്ചിയോട് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ എന്തൊക്കെയോ അവൾ തരികയുടെ സ്വഭാവമായിട്ടാണ് നടക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്നിങ്ങനെ സച്ചി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. സച്ചി പറയണം, എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രുതി വരികയാണ് കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ ആ സമയത്ത് റൂമിൽ കയറി കുളിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ വാതിലടച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി വന്നിട്ട് കുറേ നേരം വാതിൽ കൊട്ടുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വാതിൽ തുറക്കാതെ വരുമ്പോൾ ശ്രുതി പേടിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മയെ വിളിക്കുകയാണ്. അമ്മ, ശ്രുതി വാതിൽ തുറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് മാനസികമായി അവൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. അമ്മ, അവൾക്ക് എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയും വന്നിട്ട് വാതിൽ കൊട്ടുന്നുണ്ട്. രേവതിയും എല്ലാവരും വാതിലെങ്ങനെ എന്താ തുറക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് അവസാനം ശ്രുതി വന്ന് വാതിൽ തുറക്കാണ്. അപ്പോൾ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്, എന്തെടുക്കായിരുന്നില്ല എത്ര നേരമായിട്ട് വിളിക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി അമ്മ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഉറങ്ങിയാൽ മതിയില്ല, നീ മറ്റുള്ളവരോട് ഉറക്കം കളഞ്ഞിട്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. നീ എന്തായാലും പോയി കുളിച്ചിട്ട് പാടാ എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അകത്തേക്ക് കടന്ന് ശ്രുതി വാതിലടയ്ക്കാൻ നേരം ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ വാതിലടയ്ക്കുന്നത്, വാതിലൊന്നും അടയ്ക്കണ്ട, അവിടെ തുറന്നിട്ടാൽ മതി, അവൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് വരും എന്ന്. അപ്പം ഇവർക്കിടയിൽ യാതൊന്നും തരത്തിലുള്ള കോംപ്രമൈസ് ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചന്ദ്ര പറയുന്നത്. അങ്ങനെ വാതിൽ തുറന്നിട്ട് ശ്രുതിക്ക് ഒരുപാട് നാണക്കേടാവുന്നുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും നമ്മുടെ ശ്രുതി ആരും കാണാതെ അതായത് അച്ഛൻ്റെ അരികിലേക്ക്, അതായത് അങ്കിളുടെ അരികിലേക്ക് ചെല്ലുകയാണ്, രവിയുടെ അരികിലേക്ക്. എന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, തെറ്റുമാപ്പൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രുതിക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആങ്കിളെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്, ആങ്കിളെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, പക്ഷേ നമുക്ക് നോക്കാം, എന്താ നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ
രവി അങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇരുത്തുകയാണ്. ആ സമയത്ത് ശ്രുതി അവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ ശ്രുതിയെ വിളിച്ചിരുത്തുകയാണ് ചന്ദ്ര. വാട വന്നിരിക്കടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ആൺമക്കളെല്ലാവരും അതുപോലെ തന്നെ വർഷയും അവളും അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അമ്മയുമുണ്ട്, ചന്ദ്രയുമുണ്ട്. അപ്പം ശ്രുതിയും രേവതിയും മാത്രമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. രേവതി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രുതിയോട് ഇരിക്കാൻ പറയുന്ന സമയത്ത് എന്തിനാ അവൾ ഇരിക്കണത്, അവൾ ഇരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഇത്തിരി ഓവറായി പോകുന്നുണ്ട് അമ്മയെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ആയിക്കോട്ടെ അതിനെന്താ, നീ അങ്ങോട്ട് മാറി നിന്നേടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയെ അകറ്റി നിർത്തുകയാണ്. അപ്പം എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ആക്ഷേപിക്കണ കാണുമ്പോൾ ശ്രുതിക്ക് സങ്കടം വരികയാണ്. ശ്രുതി പറയുന്നുണ്ട്, അപ്പോഴും ശ്രുതി കുറ്റപ്പെടുത്തുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് രേവതിയെയും സച്ചിയെയും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാൽ ശ്രുതി ഇവിടെ ഇരുന്ന് ഇത് കേൾക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ, നീ ആരാടി, ഞാൻ ഇരിക്കണ്ട എന്ന് പറയുമ്പോൾ നീ ഇരുത്താനായിട്ട് ആരാടി എന്നും ചോദിച്ചിട്ട് ചന്ദ്ര നമ്മുടെ രേവതിയെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ശ്രുതി അവിടെ നിന്നും എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഇവിടെ നിന്നും എന്നും പറഞ്ഞിട്ട് ഒരു ഹാൻഡ് ബാഗും തോളിലിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അത് ശരി, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പിന്നെ ഹോട്ടലിലായിരുന്നോ ഇനി എല്ലാ ദിവസവും കഴിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ ശ്രുതി പോകുന്നത് നേരെ ഭാമയുടെ അരികിലേക്കാണ്. ഭാമയോട് തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഭാമയുടെ മനസ്സിളക്കാനാണ് പോകുന്നത്. ഭാമ പറഞ്ഞിട്ടെങ്കിലും ചന്ദ്രയുടെ സ്വഭാവം മാറുമോ എന്നറിയാനാണ് അങ്ങനെ ഒരു കരു അവൾ ഇറക്കി നോക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്